ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. സോയ ബിരിയാണി സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുക്കാനാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സോയയാണ്. അപ്പോൾ സോയ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു മീഡിയം വലുപ്പമുള്ള എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 130 ഗ്രാമോളം സോയ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് മുന്നേ നന്നായിട്ട് തന്നെ തിളക്കുന്ന വെള്ളത്തിലാണ് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കന്നെ നല്ലപോലെ വീർത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് കളയുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സോയയിൽ വെള്ളം കുടിച്ചിട്ട് വീർത്തിട്ടില്ല ഉണ്ടാകുക. അപ്പോൾ എല്ലാ സോയയിലുള്ള വെള്ളം മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടണം. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും ബിഗിനേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചിലവർക്ക് ഇതിൻ്റെ മണം അങ്ങനെ പിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് കഴുകണോ അതിനനുസരിച്ചിട്ട് പച്ചവെള്ളം ഒഴിക്കുക, വീണ്ടും പിഴിഞ്ഞെടുക്കുക. അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെതിപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അങ്ങനെ ഓവർ വലിപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നില്ല. നിങ്ങൾ ചില സോയ ഭയങ്കര വലിപ്പം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് 1-2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എങ്കിലേ നമുക്കിതിൽ മസാല പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് എടുക്കുക. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോൾ ബിരിയാണിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 6 kg എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 2 ചെറിയ പീസ് അളവിൽ പട്ടയും പിന്നെ ഒരു 3 ഏലക്കായും ഒരു 4 ഗ്രാമ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ സവാളയാണ് കേട്ടോ. നേരിയതായിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചേർക്കേണ്ട, പിന്നീട് നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് കളറങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 വലിയ സൈസ് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് ഏകദേശം ഒരു 1.5 ഇഞ്ച് സൈസ് വലുപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഒന്നിച്ച് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4-5 പച്ചമുളക്, അത് എരിവ് നോക്കിയിട്ട് എടുക്കുക. അത്രയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ എടുക്കരുത്, ഭയങ്കര കുത്തലുണ്ടാവും. കാരണം നമ്മളിത് ഇറച്ചിയൊന്നുമല്ലല്ലോ വെക്കുന്നത്, സോയല്ലേ. അതുകൊണ്ട് എല്ലാം കുറച്ച് എടുക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അത് എരിവ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഒന്നിക്ക് ചിക്കൻ മസാലപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ ബീഫ് മസാലപ്പൊടി, ഏതാണോ ഇതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടം അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഫ്ലെയിം ഈ ഒരു ടൈമിൽ നന്നായിട്ട് കുറക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 2 മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള സോയയില്ലേ അതും മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ സൈസാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര്, തക്കാളിയൊക്കെ നോക്കിയിട്ട് ചേർക്കുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ തൈര് ഇഷ്ടമുണ്ടെങ്കിൽ തൈരും ചേർക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂണൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പുതിനയില, കറിവേപ്പില. പുതിനയില നിർബന്ധമായിട്ട് ഇടേണ്ട, ഉണ്ട് എന്നുണ്ടെങ്കിൽ മതി കേട്ടോ.
മല്ലിയിലയും കറിവേപ്പിലയും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില കുറച്ച് അധികം നിൽക്കുന്നത് നല്ലതാണ്, നല്ല ഫ്ലേവർ അല്ലേ ബിരിയാണി റെഡിയായി വരുമ്പോൾ. ഞാനിതൊരു ഏകദേശം ഒരു ഇറച്ചിച്ചോറ് ടൈപ്പായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ സോയയിലും കൂടി ഒന്ന് പിടിച്ച് ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ സോയയിൽ നമ്മൾ ഇട്ടിട്ടുള്ള പൊടികളുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ സോയ അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് അരിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഏകദേശം ഒരു 250 ml 2 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് ഉണ്ടല്ലോ, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു അരിയോടാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിച്ചോറിൻ്റെ ഒക്കെ ഏകദേശം ടച്ച് വരികയും ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ അരിയൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട, ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സോയ കണ്ടില്ല നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള ഒട്ടും തന്നെ വെള്ളം ഒന്നും കാണാനില്ല, മൊത്തത്തിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് തന്നെ ആയി കിട്ടണം, ഒട്ടും വെള്ളം കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ സോയയിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പല്ലേ അരി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ സെയിം കപ്പ് തന്നെ 3 കപ്പാണ് വെള്ളം ഒഴിക്കുന്നത്. 1 1/2 എന്നുള്ള രീതിക്കാണ് കേട്ടോ കുക്കറിൽ വെക്കുന്ന സമയത്ത് ജീരകശാല അരിക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക 3 കപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കുറച്ചല്ലേ ഉപ്പ് ഇട്ടുള്ളൂ, അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ഉപ്പും പുളിയും ഒന്നും ഇല്ലാതെ ഒരു ടേസ്റ്റ് ഇല്ലാതെ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നുക, കാരണം സോയയുടെയൊക്കെ ഫ്ലേവർ വരില്ലേ. പക്ഷേ ഇതങ്ങ് ബിരിയാണി ആയിട്ട് മാറിക്കഴിഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വലിയ കാര്യമാക്കി എടുക്കേണ്ട. അപ്പോൾ ഉപ്പ് മാക്സിമം ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് വേണം കേട്ടോ ഉപ്പ് ഇടുമ്പോൾ. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അരി കുതിർത്ത് വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ അരിയിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുക്കർ അടക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഉപ്പ് പുളിയൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ചെറുനാരങ്ങ നീരോ തൈരോ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവ് ഒരു പൊടിക്കും മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ വിസിലാണ് കേട്ടോ ഇതിന് വേണ്ടത്. പെട്ടെന്ന് തന്നെ റെഡിയാകും, കാരണം സോയൊക്കെ ഏതാണ്ട് ഒരു ഹാഫ് വേവൊക്കെ ആയതാണ്, അതുകൊണ്ട് ഒരൊറ്റ വിസിൽ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിസിൽ വന്ന ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഉടനെ തന്നെ നമ്മൾ പ്രഷർ പോക്കാനോ അല്ലെങ്കിൽ അടപ്പ് തുറക്കാനോ ഒന്നും നോക്കരുത്. പ്രഷറൊക്കെ പോയി ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ കുക്കർ തുറക്കാൻ പാടില്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ പാനിലൊക്കെ വെച്ച പോലത്തെ റൈസിൻ്റെ പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടില്ല ഒരു വിസിലൊക്കെ ആയിരുന്നു. ഏകദേശം ഞാനിപ്പോൾ അരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടൈം ഉള്ളത് കൊണ്ട്. അപ്പോൾ നല്ലപോലെ കണ്ടില്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അടപ്പ് തുറന്ന ഉടനെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ അടപ്പ് തുറന്നിട്ടിട്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും റൈസിൽ കുറച്ചൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ആ വെള്ളത്തോട് കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല നല്ല പെർഫെക്റ്റ് റൈസായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. എന്നെ ഇത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇളക്കാനുള്ള എളുപ്പത്തിന് കുക്കർ ചെറുതല്ലേ, അപ്പോൾ പാനിലേക്ക് മാറ്റിയിട്ട് ഇളക്കിയിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. സോയ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എന്താ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്